വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ മുൻകൂട്ടി കണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം. തിരശ്ശീലയ്ക്കു പിന്നിൽ കൃത്യമായ തിരക്കഥയോടെ തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ ചതുരംഗം. ജൂൺ 29-ാം തീയതി കേരള നിയമസഭ സമ്മേളിക്കുന്ന സുപ്രധാന ദിവസം. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷം വലിയൊരു ആയുധമായി പ്രതിപക്ഷത്തെ വളയാൻ കാത്തിരുന്ന നിമിഷം. എന്നാൽ ആ രാഷ്ട്രീയ ബോംബിൻ്റെ തിരി പാതി വഴിയിൽ നുള്ളിക്കളയാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബവും ഒരുക്കിയ ആ അപ്രതീക്ഷിത തന്ത്രം എന്തായിരുന്നു എന്നുള്ളതാണിപ്പോൾ ചോദ്യമുയരുന്നത്. അധികാര കസേര കൈവിട്ടു പോയെങ്കിലും രാഷ്ട്രീയ അതിജീവന തന്ത്രങ്ങളുടെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇപ്പോൾ കേരളം നോക്കി നിൽക്കുന്നത്. ആരും പ്രവചിക്കാത്ത ആ നീക്കം നടന്നത് പെരുന്നാൾ അവധിയുടെ ശാന്തതയിലായിരുന്നു. CMRL എക്സാലോജിക്ക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ വീണ്ടുമിതാ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ ഹാജരാകുകയാണ്. ED ആദ്യം നൽകിയ നോട്ടീസ് പ്രകാരം അവർ ഹാജരാകേണ്ടിയിരുന്നത് സമയമായിട്ടില്ല, ജൂൺ 29-ാം തീയതിയായിരുന്നു. അതേ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന അതേ ദിവസം, കൃത്യമായി പറഞ്ഞാൽ നിയമസഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തെ മാസപ്പടി കേസിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിലാക്കാൻ ഒരുങ്ങുന്ന ആ ദിവസം തന്നെ, ആ സമയത്ത് തന്നെ വീണ വിജയൻ ED ഓഫീസിൻ്റെ പടി കയറുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ നിറയുമായിരുന്നു. അത് പ്രതിപക്ഷ നിരയ്ക്ക് ഉണ്ടാക്കാമായിരുന്ന രാഷ്ട്രീയ പരിക്കുകൾ ചെറുതല്ലായിരുന്നു. എന്നാൽ ആ പരിക്കുകളിൽ നിന്ന് തലയൂരാൻ ചോദ്യം ചെയ്യൽ തീയതി മുന്നോട്ട് മാറ്റണമെന്ന് വീണ വിജയൻ തന്നെ EDയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് വെറുമൊരു സാധാരണ ചോദ്യം ചെയ്യലല്ല, കഴിഞ്ഞ ജൂൺ 17-ന് നടന്ന 1-ാം ഘട്ട ചോദ്യം ചെയ്യലിൻ്റെ തുടർച്ചയാണ്. അനേകം തെളിവുകൾ കിട്ടിയതിന് ശേഷമുള്ള മറ്റൊരു ചോദ്യം ചെയ്യൽ. അന്ന് ED ഉന്നയിച്ച കടുത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ ചില നിർണായക രേഖകൾ ഹാജരാക്കാൻ വീണ വിജയൻ കൂടുതൽ സമയം തേടിയിരുന്നു. എന്നാൽ ഈ ഇടവേളയിൽ അന്വേഷണ ഏജൻസി വെറുതെ ഇരിക്കുകയായിരുന്നില്ല. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വകാര്യ ബാങ്ക് ലോക്കർ വരെ ED അരിച്ചു പെറുക്കിക്കഴിഞ്ഞു. ഇതിലും വലിയൊരു കെണിയാണ് ED വീണയ്ക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ 134 അതീവ രഹസ്യരേഖകൾ ഇപ്പോൾ EDയുടെ കൈവശമുണ്ട്. എംപവർ ഇന്ത്യ, CMRL തുടങ്ങിയ കമ്പനികളുടെ ഡയറക്ടർമാർ നൽകിയ വിനാശകരമായ മൊഴികളും ഈ രേഖകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത്രയും ശക്തമായ തെളിവുകൾ മുന്നിലിരിക്കെ ED ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ട് ഡൽഹിയിലിരുന്ന് നിയന്ത്രിക്കുന്ന ഈ അന്വേഷണത്തിന് മുന്നിലേക്ക് നിശ്ചയിച്ചതിലും 4 ദിവസം മുൻപേ തന്നെ വീണ വിജയൻ എത്തിയത് പിണറായി വിജയൻ്റെ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളാണ്. ജൂൺ 29-ന് സഭ സമ്മേളിക്കുമ്പോൾ ഭരണപക്ഷം ഈ വിഷയം ഉന്നയിച്ച് പ്രതിരോധത്തിലാക്കാൻ നോക്കിയാൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ കാര്യമല്ലേ, അന്വേഷണം നടക്കട്ടെ എന്നൊരു മറുപടി നൽകി ഒഴിഞ്ഞുമാറാൻ പ്രതിപക്ഷത്തിന് ഇനി സാധിക്കും. ചോദ്യം ചെയ്യൽ തത്സമയം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രാഷ്ട്രീയ ചൂട് നിയമസഭയ്ക്കകത്തും പുറത്തും ഒഴിവാക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന് പിന്നിലെ പരമപ്രധാനമായ ലക്ഷ്യം. മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അവധി ദിനത്തിൻ്റെ മറവിൽ ED ഓഫീസിലേക്ക് എത്തിയതിലൂടെ താൽക്കാലികമായ വലിയൊരു രാഷ്ട്രീയ കോലാഹലത്തിനാണ് അവർ തടയിട്ടിരിക്കുന്നത്.